ദ ടൈം ടു സേ ഗുഡ് ബൈ. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ജൈത്രയാത്രയ്ക്ക് നങ്കൂരമിടാൻ സമയമായിരിക്കുന്നു. ഇനി ഫാൻ ഫൈറ്റുകൾ വേണ്ട, വിമർശനങ്ങൾ വേണ്ട. ഇതിഹാസ നായകന്മാരുടെ അവസാന ആട്ടത്തിനായി ഒരു കാൽപന്തു പ്രേമി എന്ന നിലയ്ക്ക് നിങ്ങളത് ആസ്വദിച്ചേ മതിയാവുകയുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കളി കാണാൻ പ്രേരിപ്പിച്ച 3 ഘടകങ്ങളാണ് ഓർമ്മയാകാൻ പോകുന്നത്. റൊസാരിയൻ തെരുവിൽ നിന്ന് നൗ ക്യാമ്പിന്റെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ഒരു കൊച്ചുബാലൻ, ഫെർഗൂസന്റെ വിരൽത്തുമ്പ് പിടിച്ച് ഓൾഡ് ട്രാഫോർഡിൽ പിച്ച വെച്ച ഒരു 17കാരൻ, ഇതിഹാസങ്ങൾ പിറന്നു വീണ സാന്റോ സ്റ്റേഡിയത്തെ തൊയ്തു വണങ്ങിക്കൊണ്ട് ഇതിഹാസം രചിക്കാൻ വന്ന ഒരു കൗമാരക്കാരൻ, തുറന്ന കൈയുമായി മൈതാനത്തു കടന്നു വന്നവർ, ഇന്നിതാ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ആട്ടം അവസാനിപ്പിക്കാൻ പോകുന്നു. പിച്ച വെച്ച നാൾ മുതൽ കേട്ടുതഴഞ്ഞ ആ പേരുകൾ നമ്മോടൊപ്പം വളർന്നു. അവരുടെ വിജയത്തിൽ ആഘോഷിച്ചും തോൽവിയിൽ കരഞ്ഞും നമ്മളും അവരുടെ ഭാഗമായി. ഇന്നിതാ ആ ഓർമ്മകളുടെ ദൈർഘ്യം വിരൽ തുമ്പിൽ എണ്ണാവുന്നതായി ചുരുങ്ങിയിരിക്കുന്നു. കാലം കടന്നു പോകും, പുതുപിറവിയിൽ പുതുജനനങ്ങൾ ഉണ്ടാകും, പല ചരിത്രങ്ങളും തിരുത്തി എഴുതും. പക്ഷേ അവർ സമ്മാനിച്ച ആ ഉറക്കമൊഴിച്ച രാത്രികളുണ്ട്. സാന്റിയാഗോ ബെർണബ്യൂവിൽ എൽ ക്ലാസിക്കോ യുഗത്തിൽ ഏറ്റവും തീവ്രത വരുത്തിയ ദിനങ്ങൾ, ലോക ഫുട്ബോളിന്റെ നായക പരമ്പര 2 പതിറ്റാണ്ടിലേറെ 3 വ്യക്തികളിലേക്കായി ചുരുങ്ങിയ ദിനങ്ങൾ. ഏത് തങ്കലിപിയാൽ എഴുതിയാലും ആ പേരുകൾക്ക് അവർ അർഹിച്ച പ്രസന്നത കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി വിമർശനങ്ങൾ വേണ്ട, ഒന്നിച്ചാസ്വദിക്കാം. അവരുടെ അവസാന യാത്രയ്ക്ക് ചിരിച്ചുകൊണ്ട് യാത്ര പറയാം. എന്നിട്ട് നാളെ പിറവിയെടുക്കുന്ന പുതുതലമുറയോട് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, നാം ജീവിച്ചത് ഫുട്ബോൾ യുഗത്തിലെ സുവർണ കാലഘട്ടത്തിലായിരുന്നുവെന്ന്. വൺസ് മോർ ദ ടൈം ടു സേ ഗുഡ് ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരത്തെ സൈഡിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി എത്തുന്നവരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്.